വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രക്ഷോഭം ഇവിടെ നടത്തിയിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ കേന്ദ്രങ്ങളിലും ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ SIRന്റെ മറവിൽ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കാൻ വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇവിടെ രാജ്യത്ത് നടപ്പിലാക്കപ്പെട്ട പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ബീഹാറിൽ വളരെ കൃത്യമായി അതിന്റെ തെളിവ് നമ്മുടെ മുമ്പിൽ കൃത്യമായി വന്നതാണ്. 70 ലക്ഷത്തോളം വോട്ടുകൾ അവിടെ SIRന്റെ ഭാഗമായി തള്ളപ്പെട്ടപ്പോൾ 27,000 വോട്ടുകളാണ് ഓരോ നിയമസഭാ മണ്ഡലത്തിലും നിലവിലുള്ളത് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ബീഹാറിൽ 32 നിയമസഭാ മണ്ഡലങ്ങളിൽ 1000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രതിപക്ഷം കഴിഞ്ഞ തവണ 2020 വിജയിച്ചിരുന്ന സീറ്റുകളിൽ 27,000-ഓളം വോട്ടുകളാണ് ഇത്തവണ വെട്ടിമാറ്റപ്പെടുകയും ആ 32 സീറ്റിലും BJPയുടെ ഭാഗമായുള്ള മുന്നണി വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. 5000-ൽ താഴെ വോട്ടുകൾക്ക് 52 നിയമസഭാ മണ്ഡലങ്ങളിലാണ് 2020 പ്രതിപക്ഷ പാർട്ടികൾ അവിടെ വിജയിച്ചതെങ്കിൽ അവിടെയും 27,000-ലധികം വോട്ടുകൾ ആ മണ്ഡലത്തിൽ തള്ളപ്പെടുകയും ആ 52 വോട്ട് മണ്ഡലത്തിലും BJPയുടെ മുന്നണി വിജയിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ നിലയിലേക്ക് കൃത്യമായി തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയം കൈവരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് SIR നടപ്പിലാക്കുന്നത് എന്നത് ഏറ്റവും ഒടുവിലത്തെ ബീഹാറിലെ അനുഭവം തന്നെ നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ SIR പ്രഖ്യാപിച്ച ഉടനെ തന്നെ നാം ആവശ്യപ്പെട്ടതാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് നടത്താൻ വേണ്ടി പാടില്ല എന്ന ആവശ്യം CPIM-ഉം LDF-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഗവൺമെന്റും എല്ലാം വളരെ കൃത്യമായി കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ നമ്മുടെ നിലപാട് നമ്മൾ വ്യക്തമാക്കിയതാണ്. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്ന് നമുക്കറിയാം. കോടതിയെ സർക്കാർ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പൊ ഇവിടെ ഏറ്റവും ഒടുവിൽ 30-ാം തീയതി വരെയാണ് പുതിയ വോട്ട് ചേർക്കാനുള്ള അവസരം കേരളത്തിൽ ഉണ്ടായിരുന്നത്. 30-ാം തീയതി വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ വയനാട് ജില്ലയിൽ മാത്രം 46,000 പുതിയ വോട്ടുകൾ ചേർക്കപ്പെട്ടു എന്നതാണ് ഇപ്പൊ വന്നിട്ടുള്ള കണക്ക്. യഥാർത്ഥത്തിൽ 46,000 വോട്ടുകൾ ഇവിടെ ചേർക്കപ്പെടാനില്ല എന്നതാണ് പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. അതിന്റെ അർത്ഥം ഇവിടെ തെറ്റായി തന്നെ വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. തെറ്റായി വോട്ടുകൾ ചേർക്കുക, ഒഴിവാക്കുന്നതിന് യാതൊരു മാനദണ്ഡവുമില്ലാത്ത നിലപാട് സ്വീകരിക്കുക എന്ന നിലയാണ് സ്വീകരിക്കുന്നത്. AST ലിസ്റ്റിന്റെ ഭാഗമായി ഒരുപാട് ആളുകളെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ആബ്സെന്റും അതുപോലെ തന്നെ ഷിഫ്റ്റും ഡെത്തും അതാണ് AST എന്ന് പറയുന്നത് എന്ന് നമുക്കറിയാം. ആ ASTയുടെ ഭാഗമായി മരണപ്പെടാത്തവരെ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ലിസ്റ്റിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുന്നു. ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെടാത്ത ആളുകളെ മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ലിസ്റ്റിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. കണ്ടെത്താൻ കഴിയുന്നില്ല ആബ്സെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടെത്താൻ തന്നെ നാട്ടിൽ തന്നെ ഉള്ളവരെ ആബ്സെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടർ പട്ടികയിൽ ഒഴിവാക്കിയിരിക്കുന്നു. ഇതിനു പുറമെ പ്രാഥമികമായി വന്ന കരട് വോട്ടർ പട്ടികയിൽ ഉള്ളവരെ നോൺ മാപ്പിംഗ് എന്ന് പറഞ്ഞ് മറ്റൊരു മാനദണ്ഡം എടുത്തുകൊണ്ട് അതിൽ നിന്നും ഇപ്പൊ ഫെബ്രുവരി 21-ാം തീയതി പുതിയ ലിസ്റ്റ് വരുമ്പോ ആ ലിസ്റ്റിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് വ്യക്തതയില്ലാത്ത നിലയിലേക്ക് നോൺ മാപ്പിംഗ് എന്നൊരു മറ്റൊരു കാറ്റഗറി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള കാറ്റഗറികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ലിസ്റ്റ് അപാകത നിറഞ്ഞ നിലയിൽ ഏർപ്പാടാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടെ ഇത് നടപ്പിലാക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ചതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ പരാമർശിച്ചതുപോലെ ഈ സമരത്തിന്റെ ഭാഗമായി LDF ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ SIRന്റെ മറവിൽ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കാനുള്ള നിലപാടിൽ നിന്നും കേന്ദ്രം പിന്മാറണം. അത് അനുവദിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ അനുവാദം നൽകില്ല, ഇവിടെ അത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നതാണ് ഈ സമരത്തിന്റെ ഭാഗമായി നാം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ SIRന്റെ ഭാഗമായി ഇവിടെ അപേക്ഷ കൊടുത്ത ആളുകളുണ്ട്, പ്രാഥമിക ലിസ്റ്റിൽ വന്നവരുണ്ട്, നോൺ മാപ്പിംഗുമായി ബന്ധപ്പെട്ടവരുണ്ട്, AST ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളവരുണ്ട്. ഇവരുടെ എല്ലാം ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി 21-നാണ്.
ഫെബ്രുവരി 21 പ്രസിദ്ധീകരിച്ചാൽ പിന്നെ അതിൽ പരാതി കൊടുക്കാൻ പോലും അവകാശമില്ല എന്നതാണ് ഇതിന്റെ ഭാഗമായി പറയുന്നത്. അങ്ങനെ വരുമ്പോ അന്യായമായി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയവരെ ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എവിടെയാണ് പരാതി കൊടുക്കുക എന്നതൊന്നും വ്യക്തതയില്ലാത്ത നിലയിലാണുള്ളത്. അതുകൊണ്ട് ഫെബ്രുവരി 21 ഇതിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ചയെങ്കിലും അത് സംബന്ധിച്ച് പരാതി കൊടുക്കാനും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉന്നയിക്കാനുമുള്ള പരിശോധനകൾ നടത്താനുമുള്ള അവസരമുണ്ടാകണം. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് LDF നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രക്ഷോഭം നടത്തിയിട്ടുള്ളത്.